ഹായ് മച്ചാമാരെ, കുറച്ച് ദിവസങ്ങളായി വാട്സപ്പ് ഉപയോഗിക്കുന്ന നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. വാട്സപ്പിൽ കോൾ വരുന്ന സമയത്തൊന്നും ഡിസ്പ്ലേയിൽ ഷോ ചെയ്യുന്ന ആരാണ് വിളിക്കുന്നത് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ഫോണിൽ നിന്ന് ഈ കാണുന്ന ഒരു ഫോണിലേക്ക് ഞാൻ ജസ്റ്റ് കോൾ ചെയ്യുന്നുണ്ട്. വാട്സപ്പിൽ നമുക്ക് കോൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് റിംഗ് ടൂൺ മാത്രമാണ് കേൾക്കുന്നത്. ആരാണ് വിളിക്കുന്നത് മനസ്സിലാവുന്നില്ല. വിളിക്കുന്നത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ വാട്സപ്പ് ഒക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മാത്രമാണ് ആരാണ് വിളിക്കുന്നത് എന്ന് മനസ്സിലാവുന്നുള്ളൂ. ഇപ്പോഴാണ് നമുക്ക് കോൾ വന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലാവുന്നുള്ളൂ. അല്ലാതെ നമ്മൾ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആരാണ് വിളിക്കുന്നത് നമുക്ക് ഒരു രക്ഷയും നമുക്കറിയില്ല. കോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയായിട്ട് വരും. അപ്പോൾ ഈ ഒരു പ്രശ്നം ചോദിച്ചിട്ട് ഈ ഒരു പ്രശ്നം എങ്ങനെ ക്ലിയർ ചെയ്യാമെന്ന് ചോദിച്ച് ഒരുപാട് ആളുകൾ നമ്മൾ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് 2 സെറ്റിംഗ്സിലൂടെ നമുക്ക് ഈ ഒരു പ്രോബ്ലം നമുക്ക് ക്ലിയർ ആക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ നിന്ന് വാട്സപ്പ് ആദ്യം അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഞാനിവിടെ വാട്സപ്പ് ബിസിനസ്സാണ്. ഇപ്പോൾ വാട്സപ്പ് ബിസിനസ് ആയിക്കോട്ടെ, നോർമൽ വാട്സപ്പ് ആയിക്കോട്ടെ, സെറ്റിംഗ്സ് എല്ലാം ഒരേപോലെ തന്നെയാണ്. പക്ഷെ ഫോണിൻ്റെ മോഡൽ മാറുന്ന സമയത്ത് സെറ്റിംഗ്സ് ഒക്കെ ഒന്ന് തന്നെയാണ്. അത് കെടുക്കുന്ന രീതികൾ ചെറിയ വ്യത്യാസങ്ങൾ വന്നിരിക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു വാട്സപ്പിൽ ജസ്റ്റ് നമ്മളൊന്ന് ലോങ് പ്രസ് ചെയ്യാം. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ലോഗോ കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു റൗണ്ടിൽ ഇവിടെ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യാം. നേരെ ക്ലിക്ക് ചെയ്ത് നേരെ നമ്മൾ താഴെ വരിക. നേരെ താഴെ വന്ന് നേരെ ഏറ്റവും മുകളിൽ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ എന്ന് കാണാൻ സാധിക്കും. ഈ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അവിടെ നേരെ താഴെ വരിക. നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ താഴെ വരിക. ഇവിടെ നമുക്ക് കോൾ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഏറ്റവും അവസാനമായിട്ട് തന്നെ കാണുക. അവിടെ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഡിഫോൾട്ടും സൈലൻറ്റും. നമ്മുടെ വാട്സപ്പ് സൈലൻറ്റിലാവും കിടക്കുന്നുണ്ടായിരിക്കാം. അതിനെ നമ്മൾ ജസ്റ്റ് ഡിഫോൾട്ടിലേക്ക് മാറ്റുക. ശേഷം നേരെ ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന 3 ഡോട്ട് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് താഴെ കാണുന്ന സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. നേരെ നമ്മൾ താഴെ വരിക. താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ വേണ്ട ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. മുകളിൽ കാണുന്ന ഈ ഒരു 3 ഡോട്ട് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് റീസെറ്റ് നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സ് എന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. റീസെറ്റ് കൊടുക്കുക. താഴെ ഈ ഒരു ഓപ്ഷൻ വരും. ജസ്റ്റ് നമ്മൾ റീസെറ്റ് ക്ലിക്ക് ചെയ്യുക. ഇത്രയും മാത്രം ചെയ്താൽ മതി. വാട്സപ്പിൽ കോൾ വരുന്ന സമയത്ത് ആ കോൾ നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കുന്നില്ല എന്ന പ്രശ്നം ഈ ഒരു സെറ്റിംഗ്സ് മാറ്റുന്നതോടുകൂടി അല്ലെങ്കിൽ ഈ ഒരു സെറ്റിംഗ്സ് റീസെറ്റ് ചെയ്യുന്നതോടുകൂടി നമുക്ക് മാറി കിട്ടും. ഇനി എന്തായാലും നമുക്ക് ആ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് ഇതിൽ എങ്ങനെയാണ് കോൾ വരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ഫോണിൽ നിന്ന് ഞാൻ ഒരു ഫോണിലേക്ക് അടിക്കുകയാണ്. നേരത്തെ നമ്മൾ ഡയൽ ചെയ്ത സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. കണ്ടില്ലേ? വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു സെറ്റിങ്സ് മാറ്റുന്നതോട് കൂടിയിട്ട് നമുക്ക് കോള് ഡിസ്പ്ലേയിൽ വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ കോൾ ചെയ്യുന്ന സമയത്ത് വാട്സപ്പ് കോൾ നമുക്ക് ഡിസ്പ്ലേയിൽ വരുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ പരാതിക്കുള്ളൊരു സൊല്യൂഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒരുപാട് ആളുകൾക്ക് ഒരു വീഡിയോ ഉപകാരപ്രദമാണ് എന്നാണ് വിശ്വാസം. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഉപകാരപ്രദമായുള്ള വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.